അമ്മാവ പതുക്കെ ഓട്, ഉളുക്കരുത്. മോള് കണ്ടിട്ടും കാണാതെ പോവുകയാണല്ലേ? പിണക്കമാണോ? സോറി, ഞാൻ അങ്കിളിനെ കണ്ടില്ല. സോറി പറയേണ്ടത് ഞാനല്ലേ കുട്ടി. അർഹത ഇല്ലാതിരുന്നിട്ടും ഞാൻ ഇന്നലെ കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് വെറുതെ അന്വേഷിച്ചു. എല്ലാം കുട്ടിയോട് എനിക്ക് തോന്നിയ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. മോളെ, വാട്ട് ഈസ് ദ പ്രോബ്ലം? കുട്ടി എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. സൈമൺ ആന്റണി, ഒരിക്കലും എന്റെ കണ്ണു നനയാതെ മനസ്സ് നോവാതെ കാത്തുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും വിവാഹ വാർഷിക ദിനമായിരുന്നു അന്ന്. കൊച്ചു കൊച്ചു തമാശകളിലൂടെ, പിന്നെ സ്നേഹം നിറഞ്ഞ കൊച്ചു കൊച്ചു പിണക്കങ്ങളിലൂടെ ഞങ്ങളത് ആഘോഷിക്കുകയായിരുന്നു. പൊടുന്നനെ ഒരു ദുസ്വപ്നത്തിൽ നിന്നെന്ന പോലെ Give me all your money and jewels. I won't harm you. Quick. Come on, quick. ഹലോ, പോലീസ് കൺട്രോൾ റൂം. No. I don't want to kill you. You are very beautiful. I like you very much. I want to marry you. ഞാൻ എന്ത് പാപം ചെയ്തിട്ടാ എല്ലാരും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? കരയാതെ മോളെ, മോക്ക് നഷ്ടമായതെല്ലാം വൈകാതെ തിരിച്ചു കിട്ടും. ഇനി ഈ കേണലെങ്കിലും മോളുടെ കൂടെ. എന്തിന്? മോളെ, നമ്പർ 1 പോണം. ഇപ്പൊ വരാം.
ഇങ്ങോട്ട് വരാൻ വരാൻ ഞാനാണ് രക്ഷപ്പെടുത്തിയത്. അയ്യോ എന്നെ അടിക്കുന്നതിന് പോയി രക്ഷപ്പെടാൻ രക്ഷപ്പെട് ഓ Hands up! Hands up! Hands up! Hands up! Hands up! തോക്ക് അല്ല തോക്ക് ഹായ് ചേട്ടാ, എന്തായിരുന്നു ചേട്ടാ? ചെത്തി മമ്മൂട്ടി തോറ്റു. ഐ ലവ് യു ഡാർലിംഗ്. എന്റെ അമ്മോ ചേട്ടാ യു ഓടല്ലേ എന്നെ കൊല്ലല്ലേ ചേട്ടാ, എന്നെ കൈവടിയല്ലേ ഡാർലിംഗ്. അയ്യോ, ഇങ്ങനെ ഓടാനായിരുന്നെങ്കിൽ ഒരുമിച്ച് ആ വണ്ടിയെ കയറി ഓടിക്കൂടായിരുന്നോ? അയ്യോ, ഇത് എവിടെ പോണ? എനിക്ക് വയ്യ, പോടുന്നു. എന്നെ രക്ഷിക്കാനുള്ള വേണുവിന്റെ ശ്രമം വെറും നാടകമായിരുന്നു. ഇന്നുണ്ടായിരുന്നവരൊക്കെ അന്നും അയാളുടെ കൂടെ ഉണ്ടായിരുന്നവരാ, എനിക്ക് ഉറപ്പാ. മോള് വെറുതെ തെറ്റിദ്ധരിക്കുകയാണ്. അവൻ മോളെ രക്ഷിക്കാൻ തന്നെ ആവും ശ്രമിച്ചത്. കേണൽ, മോളെ ഇങ്ങനെ എതിർക്കാതെ ഒന്ന് അഭിനന്ദിക്ക്. ഒക്കെ അവന്റെ നാടകമായിരുന്നു എന്ന് ഇവൾ ഊഹിച്ചില്ലേ? സാധാരണ പെൺപിള്ളേരായിരുന്നെങ്കിൽ ഇത്തരം ചീപ്പ് ട്രിക്സിൽ വീണു പോവില്ലായിരുന്നോ? ആരെന്തു പറഞ്ഞാലും ഇതൊക്കെ അവന്റെ നാടകമാണെന്ന് കരുതാൻ എനിക്കാവില്ല. ഒക്കെ നാടകമായിരുന്നു അങ്കിൾ. അല്ലെങ്കിൽ എന്നെ കിഡ്നാപ്പ് ചെയ്യുന്ന കൃത്യസമയത്ത് തന്നെ അയാൾ എങ്ങനെ അവിടെ എത്തി? വിളമ്പട്ടെ? മതി മതി മതിയോ? അല്ല, കേണലപ്പ എവിടെ പോയിരിക്കായിരുന്നു? നേരിട്ട് കണ്ട ബോധ്യമാവായിരുന്നില്ലേ? രക്ഷിക്കാൻ വേണവും അത് നേരിട്ട് കാണാൻ ഞാനും വേണമെന്ന് വെച്ചാ ചുറ്റി പോത്തേ ഉള്ളൂ. എന്താ അങ്കിൾ? അല്ല, വേണു മോളെ രക്ഷിക്കുന്ന നേരത്ത് അങ്കിള് പോയിരിക്കായിരുന്നല്ലോ, പിന്നെങ്ങനെ നേരിട്ട് കാണാൻ? മോളെ, അങ്കിൾ ഇതൊന്നും നേരിട്ട് കണ്ടില്ലെങ്കിലും എനിക്ക് ഉറപ്പാ വേണു വെറും പാവമാ. മോളുടെ DIG അങ്കിൾ വെറുതെ ഓരോന്നും മെനഞ്ഞെടുക്കുക. ആർമിക്ക് പലതും തെറ്റാം, പക്ഷേ പോലീസിനൊന്നും തെറ്റില്ല കേണലേ. കേണൽ കരുതുന്നത് പോലെ വേണു ഒരു പാവമായിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ഏറ്റവും വിലപ്പെട്ട അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തന്നെ അവൻ കവർന്നെടുക്കുമായിരുന്നോ? പറയൂ. അല്ല, അതവന് പറ്റിയ ഒരു കയ്യബദ്ധമാകാം. അബദ്ധമായിരുന്നെങ്കിൽ രക്ഷിക്കാൻ പാടുപെടുന്ന നേരത്ത് ചിതാഭസ്മം തിരിച്ചു തരുമായിരുന്നില്ലേ? അങ്കിൾ, എന്താ എന്താ? വേലായുധ, നീയാണടാ യഥാർത്ഥ കൂട്ടുകാരൻ. ഇത്രയും നാള് മോള് കണ്ണീരോടെ കാത്തിരുന്നത് എന്തിനായിരുന്നു? അതിതാ ഇപ്പൊ എന്തു പറയുന്നു? വേണു നിരപരാധിയാണോ അതോ ഇതും അവന്റെ ഒരു നാടകമാണെന്ന് തോന്നുന്നുണ്ടോ? മോളെ, ഒന്നും തെറ്റില്ല എന്ന് അവകാശപ്പെടുന്ന പലർക്കും പലതും തെറ്റാം. അത് ശരിയാ. അതുകൊണ്ടാ ഈ വയസ്സം പറയുന്നത്. ക്രിമിനലാണെന്ന് മുദ്ര കുത്തി ഒരാളെ ബലിയാടാക്കുന്നതിന് മുമ്പ് അതാരായാലും രണ്ടു വട്ടം ആലോചിക്കണം. കുട്ടി ഒരാൾ കാരണം ആ വേണു എന്തൊക്കെ യാതനകളും പീഡനങ്ങളുമാണ് അനുഭവിക്കുന്നതെന്ന് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയൂ.
ഇങ്ങ് വാടാ. കുറെ നേരമായി ഇവൻ ഈ വീടിന് പരിസരത്ത് കറങ്ങി നടക്കേണ്ടത് സാർ. ഭാഗ്യത്തിന് ഞാൻ ഇവനെ കണ്ടു, നിർഭാഗ്യത്തിന് അവൻ എന്നെയും. ഇവൻ ഓടി, ഞാൻ ഓടി. ആ കവലയിൽ വെച്ച് ഞാൻ അവനെ പിടിച്ചു സാർ. അപ്പോ നീയും വേണും കൂടിയാണ് ചിതാഭസ്മം ഇവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചത് അല്ലടാ? അവനെവിടെ പറയണം. സാർ, ഈ ഒരു ദിവസം അവനെ തല്ലരുത്. നിങ്ങളുടെ കണ്ണിൽ ഇവനും വേണുവും കുറ്റവാളികളായിരിക്കും. പക്ഷെ ഇന്നവർ മോളുടെ കണ്ണീര് തോരാൻ അവൾക്ക് ഏറ്റവും വിലപ്പെട്ട അച്ഛന്റെയും അമ്മയുടെയും ചിതാഭസ്മം തിരിച്ചു കൊടുത്തു. അത് നന്മയാണ്, കരുണയാണ്. അതിന്റെ പ്രതിഫലം ഈ ക്രൂരതയാവരുത്. ദിസ് ഈസ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഉപദ്രവിക്കണ്ട, വിട്ടേക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല സാർ. സാറിന് നന്മ വരും.